ആലപ്പുഴ ചെങ്ങന്നൂരിലെ തിരുവൻവണ്ടൂർ നന്നാട് വരട്ടാർ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെയും ഓടയുടെയും നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. ബില്ലുകൾ സമയബന്ധിതമായി പാസാക്കുന്നതിനുള്ള കാലതാമസമാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണമെന്നാണ് ആക്ഷേപം. MC റോഡിന് സമാന്തര പാതയായ തിരുവണ്ടൂർ പഞ്ചായത്തിലെ ഹൈസ്കൂൾ ജംഗ്ഷൻ മുതൽ നന്നാട് ഈരടിച്ചിറ വരെ 2.5 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിൽ 2 പാലങ്ങളും ഒരു കലുങ്കും നിർമ്മിക്കുന്നതിനായാണ് പദ്ധതി തയ്യാറാക്കിയത്. മന്ത്രി സജി ചെറിയാൻ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5.57 കോടി രൂപ ചെലവഴിച്ചാണ് പണികൾ ആരംഭിച്ചത്. ഇതിൽ കലുങ്കിന്റെയും ഒരു പാലത്തിന്റെയും പണികൾ പൂർത്തീകരിച്ചു. റോഡ് ടാറിംഗ് ഉൾപ്പെടെയുള്ള പണികളും പൂർത്തിയായി. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വരട്ടാറിന് കുറുകെയുള്ള പുത്തൻതോട് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെയും ഓടയുടെയും നിർമ്മാണമാണ് എങ്ങുമെത്താത്തത്. പാലത്തിന്റെ പണി എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വിവിധ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. നന്നാട് ഹൈസ്കൂൾ ജംഗ്ഷൻ ഈരടിച്ചിറ റോഡിന്റെയും വരട്ടാർ പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ഓടയുടെയും നിർമ്മാണം അശാസ്ത്രീയമായിട്ട് പൂർത്തീകരിക്കാതെയും കിടക്കുകയാണ്. ഈ റോഡെന്ന് പറയുന്നത് തിരുവല്ല ഭാഗത്തേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതും ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഉപയോഗിക്കുന്ന റോഡാണ്. ഈ റോഡ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ചെങ്ങന്നൂര് MLAയും മന്ത്രിയും ഉൾപ്പെടുത്തി ഈ റോഡ് കൊല്ലത്തുള്ള വെല്യത്ത് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സിനോജ് എന്ന വ്യക്തി കോൺട്രാക്ട് ഏറ്റെടുക്കുകയും ചെയ്തു. 2021 എഗ്രിമെൻ്റ് ആയ പദ്ധതിയാണിത്. പക്ഷേ ഈ റോഡ് ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. കടുത്ത നിർമ്മാണ അനാസ്ഥയും ഉദ്യോഗസ്ഥ അഴിമതിയുമാണ് ഈ റോഡും ഈ പാലത്തിൻ്റെ അവസ്ഥയും ഇന്ന് ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം. കരാറുകാരന്റെ ബില്ലുകൾ പാസ്സാക്കാത്തതാണ് പണികൾ നിലയ്ക്കാൻ കാരണമെന്നാണ് ആക്ഷേപം. നിർമ്മാണത്തിനായി മാത്രം 3.32 കോടി രൂപയാണ് സർക്കാർ ചിലവഴിച്ചത്. പാലം പണി തുടങ്ങി 42 മാസം പിന്നിടുമ്പോഴും നിർമ്മാണം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.